Mosaic India. വാസ്തു അനുസരിച്ച് വീട് ഉണ്ടാക്കിയിട്ട് എല്ലാ കൊള്ളരുതായ്മയും ചെയ്ത് വീട്ടിനുള്ളിൽ വസിച്ചാൽ അയാൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് വിചാരമില്ല. ഇപ്പൊ വാസ്തുശാസ്ത്രം ശരിക്കും ഒരു മോക്ഷശാസ്ത്രം. എന്താണ് ഈ വാസ്തുദോഷം? അതൊരു കോൺട്രവേഴ്ഷ്യൽ വേർഡാണ്. ഈ ദോഷം ഗുണം എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ആ തിരിഞ്ഞിരിക്കുന്നതിനകത്ത് ഇൻഡിവിജ്വൽ ഫ്ലാറ്റുകൾക്ക് വ്യത്യസ്തമായിട്ടൊരു ഭാവം ഇല്ലല്ലോ. ഭാവം പൊതുവല്ലേ. കറക്ഷൻ തീർന്ന ദിവസം ആണ് ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുടെ റിവ്യൂ വരുന്നത്. വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ഇത്ര പടി വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഇതൊരു വലിയ നൂലാമാലയാണ്. നല്ല ചുറ്റുപാടിൽ നിന്ന് നല്ല ചിന്തകൾ വരുത്തും. ഇപ്പൊ ദിക്കനുസരിച്ച് പണിയാത്ത ഒരു ഫ്ലാറ്റിനകത്തെ ഇൻഡിവിജ്വൽ ഫ്ലാറ്റിനെ വാസ്തുപരമായി കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. നമസ്കാരം. മൊസൈക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത വാസ്തുവിദ്യ കൺസൾട്ടന്റ് ശ്രീ മനോജ് എസ് നായരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ നഗരങ്ങളിലൊക്കെ 1 സെന്റും 2 സെന്റും ഒക്കെ ഉള്ള ചെറിയ ചെറിയ പ്ലോട്ടുകളിലും ഫ്ലാറ്റുകളിലുമൊക്കെ എങ്ങനെയാണ് വാസ്തുവിദ്യ പ്രയോഗത്തിൽ വരുത്താനാവുക? വാസ്തുദോഷം എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാനാവും? ഇതൊക്കെ നമുക്ക് ഇന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്താ? ഓക്കെ, നമസ്കാരം മനോജ്. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാസ്തുവിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് മനോജിൻ്റെ റിസർച്ച് ടോപ്പിക്കായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. നമ്മുടെ നഗരങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്ലോട്ടുകൾ 1 സെന്റ് 1.5 സെന്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളിലൊക്കെ കെട്ടിടങ്ങൾ പണിയുമ്പോഴും അതുപോലെ ഫ്ലാറ്റുകളിൽ തിരുവല്ല പോലുള്ള ചെറിയ പട്ടണങ്ങളിൽ പോലും ഫ്ലാറ്റ് സിസ്റ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ വാസ്തു പ്രിൻസിപ്പിൾസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? ഈ വിഷയത്തിൽ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് വാസ്തു ധാരാളം സ്ഥലവും സൗകര്യവും അതുപോലെ ധാരാളം സമ്പത്തും ഉള്ള വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കരുതി പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യൻ താമസിക്കുന്ന ഏത് നിർമ്മിതികളും ഏത് തരത്തിൽ, അത് ഏത് സ്വഭാവത്തിലായിക്കോട്ടെ, ഏത് വലുപ്പത്തിലായിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ, അത് ദേവാലയമായിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളായിക്കോട്ടെ, അതായത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്ന ഏതൊരു സ്ട്രക്ചറും, മനുഷ്യൻ ഉപയോഗിക്കേണ്ട ഏതൊരു സ്ട്രക്ചറും വാസ്തുവിന്റെ പരിധിയിൽ വരും. 1 സെന്റിലുള്ള 1.5 സെന്റിലുള്ള ചെറിയ വീട് മുതൽ രാജകൊട്ടാരങ്ങൾ വരെ വാസ്തുവിന്റെ പരിധിയിൽ വരുന്നതാണ്. ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം അല്ലേ? ആ ഡിസൈനിൽ ഓഫ് കോഴ്സ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വാസ്തുവിന്റെ ആ നിയമങ്ങൾ ഇതിനെല്ലാം ഒരുപോലെ ബാധിക്കും. പിന്നെ ഇതിനകത്ത് ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വലിയ ഗ്രഹങ്ങളില് വാസ്തുവിന്റെ ഒരു ഊർജ വിന്യാസം എന്ന് പറയുന്നത് അധികമായിരിക്കും. അത് സ്വാധീനിക്കുന്ന മേഖലകളും കൂടുതലായിരിക്കും. ചെറിയ വീടും ചെറിയ സ്ഥലവും ചെറിയ ഒബ്ജക്റ്റും ആയി കഴിയുമ്പോൾ വാസ്തുവിന്റെ പോരായ്മ കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പങ്ങളും കുറവായിരിക്കും. ഒപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളും അതുപോലെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കാനുള്ള ഒരു സംവിധാനം ചെറുതിലായാലും വലുതിലായാലും വാസ്തു ഒരുക്കുന്നുണ്ട്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്. അതെ 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 അത് നമുക്ക് പറയാമെങ്കിലും വാസ്തുവിന്റെ കാര്യത്തിൽ അതിനകത്ത് അതിന്റെ ഒരു എഫക്റ്റ് വലുപ്പത്തിനനുസരിച്ച് തന്നെയാണ് വരുന്നത്. അതായത് വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഗ്രഹം വാസ്തുപരമാണെങ്കിൽ അതുകൊണ്ട് അതിനുള്ളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ കുറെ കൂടെ തീവ്രമായിരിക്കും. ചെറിയ ഗ്രഹങ്ങളിലാണെങ്കിൽ അതിന്റെ അനുഭവങ്ങൾ കുറെ കൂടെ ലൈറ്റർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പൊ നമ്മൾ ചോദിച്ച വിഷയത്തിലേക്ക് വരാം. ചെറിയ പ്ലോട്ടുകൾ, ഫ്ലാറ്റുകൾ, ഈ 2 വിഷയങ്ങളാണ് പറഞ്ഞത്. ഈ വാസ്തുവിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് തന്നെ ദിക്കനുസരിച്ച് ഗൃഹം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 1.5 സെന്റ് ആയാലും ശരി, 2 സെന്റ് ആയാലും ശരി, ദിക്കനുസരിച്ചിട്ടാണ് ആ പ്ലോട്ട് ഉള്ളതെങ്കിൽ അതിനുള്ളിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വാസ്തുവിന്റെ പ്രിൻസിപ്പിൾസ് പാലിച്ചുകൊണ്ട് ഗൃഹം രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും. ദിക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്ലോട്ട് കൃത്യമായി ആ പ്ലോട്ടിന്റെ 4 ഫേസുകൾ, ഒരു സമയതരത്തിലുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ദീർഘേതരത്തിലുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ അതിന്റെ ഓരോ സൈഡും കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് ദിക്കനുസരിച്ച് എന്ന് പറയുക. അതിൽ നിന്ന് വ്യത്യസ്തമായി തെക്ക് കിഴക്കിലേക്ക് തിരിഞ്ഞിരിക്കുക, വടക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, തെക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുക, തെക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, ഇത്തരത്തിൽ കോണുകളിലേക്കൊക്കെ തിരിഞ്ഞ് ഇരിക്കുന്ന ഒരു പുരയിടത്തിനകത്ത് ഗ്രഹം നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിനകത്തെ ആ തിരിവ് കണക്കാക്കാതെ തന്നെ അതിനുള്ളിലെ ദിക്കനുസരിച്ച് ഗ്രഹത്തെ നിർമ്മിക്കാനുള്ള ഒരു മണ്ഡലം നമുക്ക് ലഭിക്കണം. അങ്ങനെ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഗ്രഹം നിർമ്മിക്കാൻ സാധിക്കൂ. അപ്പൊ ചെറിയ പ്ലോട്ടിൽ വീട് നിർമ്മിക്കാം, പ്രൊവൈഡഡ് ഒറ്റ കണ്ടീഷൻ ദിക്കനുസരിച്ചിട്ടുള്ള പ്ലോട്ട് ആയിരിക്കണം. കാരണം വളരെ ചെറിയ പ്ലോട്ട് ആകുമ്പോൾ അതിനകത്ത് ഈ തിരിച്ചു വെക്കാനുള്ള സ്ഥലം നമുക്ക് ലഭ്യമാകുകയില്ല. വാസ്തുവിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് ദിക്കനുസരിച്ച് ഗ്രഹം നിർമ്മിക്കുക. ഈ ദിക്കിനനുസരിച്ചിട്ടാണ് കണക്കുകൾ നിർവചിക്കുക. ഈ കണക്കുകൾക്കനുസരിച്ചിട്ടാണ് പ്രൊപ്പോർഷൻസ് നിർവഹിക്കുക. ഇതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഷേപ്പുകൾ നമ്മൾ തീരുമാനിക്കുക. ഈ 4 ദിക്കിലേക്കും വ്യത്യസ്തമായ ഷേപ്പുകൾ. ഇങ്ങനെ ക്രമമായിട്ടാണ് ഇത് ബിൽഡപ്പ് ചെയ്ത് വരുന്നത്.
അപ്പൊ അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ അർത്ഥം വളരെ ചെറിയ ഗ്രഹത്തില് വാസ്തുദോഷം കൊണ്ടുണ്ടാകുന്ന എഫക്റ്റും ചെറുതായിരിക്കും, വാസ്തു അനുകൂലമായ അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഗുണവും ചെറുതായിരിക്കും. വലിയ വീടില് വാസ്തു ദോഷം കൊണ്ടെന്ന് പറയപ്പെടുന്ന ഡിഫക്റ്റുകളും അധികമായിരിക്കും, വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്മയും അധികമായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ക്രക്സ്. ഫ്ലാറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ കെട്ടിട സമുച്ചയത്തിനകത്തെ ഇൻഡിവിജ്വൽ ഫ്ലാറ്റുകളാണ് നമ്മൾ വാങ്ങിക്കുക. ആ ഇൻഡിവിജ്വൽ ഫ്ലാറ്റുകൾ വാസ്തുപരമായിരിക്കണമെങ്കിൽ ആ മുഴുവൻ കെട്ടിട സമുച്ചയവും വാസ്തുപരമായിരുന്നെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് വരുന്ന ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ ബിൽഡേഴ്സ് സാധാരണഗതിയിൽ ലഭ്യമായ സ്ഥലത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഒരു 80% ഫ്ലാറ്റുകളും ദിക്കനുസരിച്ചിട്ടോ ഒന്നുമല്ല അതിനെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ ദിക്കനുസരിച്ച് പണിയാത്ത ഒരു ഫ്ലാറ്റിനകത്തെ ഇൻഡിവിജ്വൽ ഫ്ലാറ്റിനെ വാസ്തുപരമായി കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഓണേഴ്സ് ഇൻഡിപെൻഡന്റ് ആണല്ലോ. ഓണേഴ്സ് ഇൻഡിപെൻഡന്റ് ആയ കാര്യമില്ല. കാരണം ബിൽഡിംഗ് മൊത്തമേ തിരിഞ്ഞായിരിക്കുന്നത്. ആ തിരിഞ്ഞിരിക്കുന്നതിനകത്ത് ഇൻഡിവിജ്വൽ ഫ്ലാറ്റുകൾക്ക് വ്യത്യസ്തമായിട്ടൊരു ഭാവം ഇല്ലല്ലോ, ഭാവം പൊതുവല്ലേ. അപ്പോൾ അതിനകത്ത് വാസ്തുപരമായ ഫ്ലാറ്റുകൾക്ക് നമുക്ക് നോക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഫ്ലാറ്റുകൾ തന്നെ ബേസിക് ആയിട്ടുള്ള വാസ്തു പ്രിൻസിപ്പിൾസ് പാലിച്ചിരിക്കണം. അങ്ങനെ പാലിച്ച് നിർമ്മിച്ച ഒരു ഫ്ലാറ്റിനകത്തെ ഇൻഡിവിജ്വൽ ഫ്ലാറ്റിനെ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പോരായ്മകൾ മാറ്റി കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ശരിയായിട്ട് പറഞ്ഞാൽ ഈ പോരായ്മ കറക്ഷന്റെ ഒന്നും ആവശ്യമില്ല. ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോഴേ വാസ്തു അനുസരിച്ചിട്ട് ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്താൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഭംഗിയായിട്ട് പണിയാം. മനോജ് നേരത്തെ പറഞ്ഞല്ലോ ഈ ദോഷം, വാസ്തുദോഷത്തെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് ഈ വാസ്തുദോഷം? അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അതൊരു കോൺട്രവേഴ്ഷ്യൽ വേർഡാണ് ഈ ദോഷം ഗുണം എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. വാസ്തു ചെയ്യുന്നത് എന്തിനാണ്? വാസ്തു കൊണ്ട് എന്താണ് ഗുണം? ഈ ചോദ്യം നമ്മൾ ശരിക്കും ആവർത്തിച്ച് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഭാരതീയമായ കാഴ്ചപ്പാടിൽ ഒറ്റ ജീവിതമുള്ളത് ആധ്യാത്മിക ജീവിതമാണ്. നമ്മുടെ ലൗകിക ജീവിതം എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. നമ്മൾ എന്തിനാണ് ജനിച്ചത്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകേണ്ടത്, ഈ അന്വേഷണത്തിൽ നിന്നാണ് ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വാസ്തുശാസ്ത്രം ഇതിൽ നിന്ന് വിഭിന്നമല്ല. അപ്പോൾ വാസ്തുശാസ്ത്രം ശരിക്കും ഒരു മോക്ഷശാസ്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ഔന്നിത്യം ഗൃഹസ്ഥ ജീവിതത്തിലൂടെ ഒരു മനുഷ്യനെ സ്വായത്തമാക്കാൻ പര്യാപ്തമാക്കുന്ന ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് വാസ്തുവിദ്യയുടെ അടിസ്ഥാന തത്വം. അല്ലാതെ ഇത് നമ്മൾ ഇന്ന് കേൾക്കുന്ന പോലെ ദോഷം ഉണ്ടാകാതിരിക്കാൻ, ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരികല്പന അല്ല ഇതിന് നൽകേണ്ടത്. ദോഷവും ഗുണവും എല്ലാം തന്നെ അവനവന്റെ കർമ്മത്തിനനുസരിച്ച് മാത്രമേ അവനവന് ലഭിക്കൂ. യാതൊരു സംശയമില്ല. വാസ്തു അനുസരിച്ച് വീട് ഉണ്ടാക്കിയിട്ട് എല്ലാ കൊള്ളരുതായ്മയും ചെയ്ത് വീട്ടിനുള്ളിൽ വസിച്ചാൽ അയാൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് വിചാരമില്ലെന്നല്ല, അതല്ല വാസ്തുവിദ്യ വിഭാവനം ചെയ്യുന്നത്. എപ്പോഴും ഗുഡ് ഡീഡ്സ് വിൽ കം ഫ്രം ഗുഡ് തോട്ട്സ് വിൽ കം ഫ്രം ഗുഡ് എൻവയോൺമെന്റ്. ഇതൊരു അടിസ്ഥാന വിഷയമാണ്. നല്ല ചുറ്റുപാടിൽ നിന്ന് നല്ല ചിന്തകൾ വരുത്തും. നല്ല ചിന്തകളാണ് ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കുക. നല്ല മനുഷ്യൻ നല്ല പ്രവൃത്തി ചെയ്യും. നല്ല പ്രവൃത്തി നമുക്ക് നാച്ചുറലായിട്ട് നല്ല ഫ്യൂച്ചറും തരും. ഈ ദോഷം എന്ന് പറയുന്നത് ഞാൻ അതിനെ ദോഷമായിട്ടോ ഗുണമായിട്ടോ രണ്ടായിട്ടും കണക്കാക്കുന്നില്ല. ഞാൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു പ്രയാണത്തിനെ വളരെ സുഖമായി മുമ്പോട്ട് നയിക്കാൻ ഉതകുന്ന ഒരു സംവിധാനം ആണ് വാസ്തു ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുകയല്ല, എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴേ സ്മൂത്ത് റോഡിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യും ഡ്രൈവ്. അതേസമയം ഫുൾ ഓഫ് ഗട്ടർ ആയിട്ടുള്ള ഒരു റോഡിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് കൊച്ചിക്ക് പോകുമ്പോൾ 2 മണിക്കൂർ ഡ്രൈവ് കൊണ്ട് നമ്മൾ സുഖമായി എത്തുന്ന ആ സംഗതി, അതിന് പകരം ഗട്ടർ നിറഞ്ഞ റോഡാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കൊച്ചിയിലെത്തും. നമ്മൾ 2 കൂട്ടരും കൊച്ചിയിലെത്തും, ജീവിതം പൂർത്തിയാക്കും രണ്ടുപേരും. പക്ഷെ ജീവിതം പൂർത്തിയാക്കുന്ന വിധം അതെങ്ങനെ എന്നുള്ളതാണ് വിഷയം. ഇത് മനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ മനസ്സിനെ കണ്ടീഷൻ ചെയ്യുകയാണ് വാസ്തു ചെയ്യുന്നത്. അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യ മനസ്സുകളെ വളരെ ഭംഗിയായി പ്രകൃതിയുമായി ഇണക്കി യോജിപ്പിച്ച് ആനന്ദമയമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുകയാണ് വാസ്തു ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദോഷം എന്നുള്ളത് അവനവൻ്റെ കർമ്മഫലം അനുസരിച്ച് അവനവന് ലഭിക്കുന്ന സംഗതി മാത്രമേ ഉള്ളൂ. അതിനെ നിങ്ങൾ ദോഷമായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് ഈ വാസ്തു അനുസരിച്ച് ഒരു സംവിധാനം ചെയ്തിട്ട് അതിനുള്ളിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വിലോമമായിട്ടുള്ള പ്രവർത്തികളിലേക്ക് വരാനുള്ള ചിന്ത വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ വാദഗതി. കറക്ഷൻസ് ഒക്കെ വരും, വാസ്തു കറക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാസ്തു കറക്ഷൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർത്തും പ്രകൃതിയുടെ ഊർജ പ്രവാഹത്തിന് വിരുദ്ധമായ രീതിയിൽ ഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അതിനുള്ളിൽ അകപ്പെട്ടിട്ട് നമുക്ക് ഒഴിവാക്കാൻ വയ്യാതെ അത് ചിന്തകളെയും ശരീരത്തെയും തന്നെ സ്വാധീനിക്കുന്ന രീതിയിൽ
ദീർഘകാലം അതിൽ താമസിച്ചു കഴിയുമ്പോൾ അത് മനസ്സിന്റെ കുഴപ്പം കൊണ്ട് തന്നെ രോഗാവസ്ഥയിലേക്ക് ആൾക്കാർ പോവുകയും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ. അപ്പോൾ അത് ശരിയായ ഒരു കറക്ഷൻ, വാസ്തുവിന്റെ പ്രിൻസിപ്പിൾസ് ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫലം നിശ്ചയമായിട്ടും ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഇത്രയും കാലത്ത് ഞാനൊരു 10-25 വർഷമായിട്ട് ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അനുഭവമാണ്. അങ്ങനെ ഈ മനോജിന്റെ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കറക്ഷൻ എന്താണ്? പല സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് 2018 സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപവും അതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ ഒരു ദേവഹിതം നോക്കി. അപ്പോൾ ആ ദേവഹിതത്തിൽ അവര് കണ്ടെത്തിയത് മാളികപ്പുറത്ത് ക്ഷേത്ര സന്നിധിയിൽ ധാരാളം ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ വാസ്തുവിരുദ്ധമായി നടത്തി. അത് ദേവസാന്നിധ്യത്തിന് അഹിതമായി ഭവിക്കുകയും അതാണ് ഇത്രയും വലിയ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ക്ഷേത്ര സന്നിധിയെ എത്തിച്ചു എന്നുമാണ് വന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഒരു തീരുമാനം ഉണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു പാനൽ അവരുണ്ടാക്കി, സ്ഥപതിമാരുടെ. അപ്പൊ അങ്ങനെ ഒരു ഏതാണ്ട് 10-14 പേരുടെ ഒരു പാനലുണ്ട്. ആ 14 പേരിൽ നിന്ന് ഇവര് ഭഗവാന്റെ മുമ്പിൽ നറുക്കിട്ടെടുത്തു. ഈ പാനലിൽ ഉൾപ്പെട്ടതും അറിഞ്ഞില്ല, നറുക്കിട്ടതും ഞാൻ അറിയുന്നില്ല. 3 പേരുടെ പേരാണ് അവരെടുത്തത്. യാദൃച്ഛിക എൻ്റെ പേര് അതിനുള്ളിൽ വന്നു. അപ്പോൾ ഞങ്ങള് ഒരാള് ശുചീന്ദ്രം ഭാഗത്തുള്ള ഒരാളാണ്, ഒരാൾ പാലക്കാടുള്ള ഒരാളാണ്, ഒരാൾ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഞാനും. എന്നിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ദേവസ്വം ബോർഡ് കത്തയച്ചു. ഇതുപോലെ നിങ്ങൾ ഇതുപോലെ വന്ന് ഇതിന്റെ നിങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കണം, എന്താണ് അവിടെ പിഴവുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനെ ആദ്യം ഞാനാണ് പോയത്. ഞാൻ പോയി അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തു. മറ്റേ 2 പേരും കൊടുത്തു. മോർ ഓർ ലെസ് ഞങ്ങൾ 3 പേരുടെയും കണ്ടെത്തലുകൾ ഏറെക്കുറെ ശരിയായിരുന്നു. അപ്പൊ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് നറുക്കെടുക്കേണ്ട വിഷയമൊന്നും വന്നില്ല. അവരത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കറക്ഷൻസ് എല്ലാം വരുത്തി. കറക്ഷൻ തീർന്ന ദിവസം ആണ് ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുടെ റിവ്യൂ വരുന്നത്. അത് അതിനേക്കാൾ അത്ഭുതപ്പെടുന്നത്. കാരണം ഈ മാളികപ്പുറത്തുള്ള എല്ലാ കറക്ഷൻസും ചെയ്ത് തീർന്ന് ഫൈനൽ, അതായത് ഇന്ന് കൊണ്ട് തീരുന്നു എന്ന് പറയുന്ന ആ ദിവസം, അപ്പൊ ഒരു വലിയ ആശ്വാസമായിരുന്നു. എല്ലാവർക്കും ഒരു വലിയ ആശ്വാസം. കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ല. അപ്പൊ അത് ഇവിടെ ഇതെല്ലാം ചെയ്തപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം പോലെയാണ് ശരിക്കും വ്യക്തിപരമായി ഞാൻ അതിനെ കാണുന്നതും അതിനെ മനസ്സിലാക്കുന്നതും. അപ്പൊ ഇതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രത്യക്ഷമായി വന്നത്. ധാരാളം അല്ലാതെ വീടുകൾ കറക്ഷൻ ചെയ്യുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വ്യക്തിപരമാണ്. പക്ഷെ ഇതൊരു സാമൂഹികമായ ഒരു സൈഡിൽ നിന്ന് ഇത് അനുഭവപ്പെട്ട വിഷയമാണ്. വേറൊന്ന്, നമ്മൾ ഈ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ഇത്ര പടി വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊരു വലിയ നൂലാമാലയാണ് ശരിക്കും. കാരണം ഈ വാസ്തുവിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസം നമ്മളെ വിശ്വാസങ്ങളെല്ലാം അന്ധം തന്നെയാണ്. ചില ഏരിയയിലേക്ക് ഇതങ്ങ് ക്രോസ് ഓവർ വളരെ വലുതായിട്ട് അങ്ങ് വലിച്ചു നീട്ടപ്പെടുന്നുണ്ട്. അതായത് വാസ്തുവിദ്യയെ വേറൊരു തലത്തിലേക്ക് അതൊരു വാസ്തു ആഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. ചില കേസൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോ അനാവശ്യമായിട്ടുള്ള ഇടിച്ചു നിരത്തലുകൾ. കാരണം ഇതിനകത്ത് ഒരേ കറക്ഷൻ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പല മെത്തേഡ്സും. ഇത് നന്നായി ശാസ്ത്രം അറിയാവുന്നവർക്ക് ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഗണത്തിൽ പെടുന്നതാണ് ഇപ്പൊ ചേട്ടൻ ചോദിച്ചത് ഈ വിഷയം. സ്റ്റെപ്പുകളുടെ എണ്ണം, തൂണുകളുടെ എണ്ണം. തീർച്ചയായിട്ടും വാസ്തുവിന്റെ പരികല്പനയിൽ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ വരുന്നുണ്ടെങ്കിലും ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അതിന്റെ ഏറ്റവും ഒരു 4-ാമത്തെ 5-ാമത്തെ ലെവലിൽ വരുന്ന ചെറിയ അസംഷൻസ്, ചില പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3-ാമത്തേതിൽ മുകളിൽ കയറണം, അല്ലെങ്കിൽ 4 കഴിഞ്ഞ് 5-ാമത്തേതിൽ മുകളിൽ കയറണം. ഇതൊക്കെ പറയുന്നത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വലതുകാല് വെച്ച് അകത്തേക്ക് കയറുക. ദാറ്റ് ഈസ് എ കസ്റ്റം ഇൻ അവർ ട്രഡീഷൻ. അപ്പൊ വലതുകാല് വെച്ച് കയറണമെങ്കിൽ ഒന്ന് ആലോചിച്ച്, ആദ്യത്തെ സ്റ്റെപ്പ് വലതുകാല വെക്കുന്നത്, 1-ാമത്തെ സ്റ്റെപ്പ് വലതുകാല്, 2-ാമത്തേത് ഇടതുകാല്, 3-ാമത്തേത് വലതുകാല്. ഇത്രയേ അതിന്റെ ഉദ്ദേശമുള്ളൂ. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ലാഭം നഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുറെ വേറൊരു തരത്തിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്യും. ഇതിനെ എന്ത് ചെയ്തു, ആൾക്കാർ ലാഭം നഷ്ടം എന്ന് പറഞ്ഞത് കൊണ്ട് ഈ വീടിന് ധനസ്ഥിതി ഉണ്ടാകാത്തതിന്റെ കാരണം ഈ സ്റ്റെപ്പിന്റെ എണ്ണത്തിന്റെ ഈ തരത്തിലേക്ക് ഇതിനെ വഴിമാറ്റി ഇതിന്റെ ഒരു ഇൻഡെപ്ത് സ്റ്റഡി ഇല്ലാത്തത് കൊണ്ട് വരുന്ന കുഴപ്പമാണ്. അത് അന്ധവിശ്വാസമായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, വലതുകാല് വെച്ച് അകത്തേക്ക് കയറുക. അതുപോലെ തൂണുകൾ ഇരട്ട സംഖ്യ വേണം, ഒറ്റ സംഖ്യ വേണം. തൂണുകൾ ഇരട്ട സംഖ്യ വേണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ളത് ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ്. വീടുകൾക്ക് പിന്നെ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ മധ്യത്തില്, അതായത് വീടിന്റെ എല്ലാ ഗ്രഹത്തിന്റെയും മധ്യങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ആകാൻ പാടില്ല. ഇപ്പം കൃത്യം 3 തൂണ് വരണം ഒരു വീടിന് മുമ്പിൽ കൊടുക്കുന്നെങ്കിൽ നമ്മൾ സാധാരണ എന്താ 2 തൂണ് 2 സൈഡിലും, 3-ാമത്തെ തൂണ് കൃത്യം മധ്യത്തിലും ആവുക, അത് സെൻട്രൽ ബ്ലോക്ക് ആവും.
അത് പെർമിറ്റഡ് അല്ല. അത് മൊത്തത്തിലേ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയും ഒറ്റ സംഖ്യയിൽ തൂണ് കൊടുക്കരുത്. അതുകൊണ്ട് ഇതുമായിട്ട് മധ്യവുമായിട്ട് ബ്ലോക്ക് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു തൂണ് നിൽക്കുന്നുണ്ടെങ്കിൽ അയ്യോ അത് ഒറ്റ തൂണാണ്, അത് ആ കുഴപ്പമാണ്, അത് പൊളിച്ചു കളയണം, അല്ലെങ്കിൽ വേറെ തൂണ് പണിയണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒച്ച കൂട്ടുമ്പോൾ ഇത് വാസ്തു ആഭാസമായി മാറുന്നു. വാസ്തു ശാസ്ത്രം വേറൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നത് ഇത്തരത്തിലാണ്. ഇതുപോലെ അനവധിയുണ്ട്, അനവധി കാര്യങ്ങൾ, വിഷയങ്ങൾ. അകത്ത് സിങ്ക് വെക്കുക, ക്ലോസറ്റ് വെക്കുക. ക്ലോസറ്റ് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ഇരിക്കാൻ പാടില്ല, തെക്കോട്ടോ വടക്കോട്ടോ. എങ്ങനെയാ ചില ഫ്ലാറ്റ് സിസ്റ്റത്തിലും അല്ല ചില വീടുകളിനകത്തും ചില സൗകര്യം അനുസരിച്ചിട്ട് വരുമ്പോൾ സാനിറ്ററി പൈപ്പ്സും ഫിറ്റിങ്സും ഒന്നും കൃത്യമായി കൊടുക്കാൻ പറ്റാതെ വരുന്ന സ്ഥലത്ത് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളാണ് നിർമ്മാണ ഇതിലുണ്ടാക്കുന്നത്. അതിലൊരു കാര്യമില്ല. കാരണം വാസ്തു അനുസരിച്ച് പറയുകയാണെങ്കിൽ ടോയ്ലറ്റ്സേ വീടിനുള്ളിൽ പാടില്ല. നമുക്ക് സാധിക്കുമോ ഇന്നത്തെ അവസ്ഥയിൽ? പറ്റില്ല. അപ്പം നമ്മൾ പിന്നെ ടോയ്ലറ്റ്സ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനമായിട്ടുള്ള മർമ്മങ്ങളായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ടോയ്ലറ്റ്സിനെ പൊസിഷൻ ചെയ്യും. അതാ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൾനറബിൾ ആയിട്ടുള്ള പോയിന്റുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട്. ഇപ്പം ഗ്രഹത്തിൻ്റെ മധ്യഭാഗങ്ങൾ, നേരെ മധ്യഭാഗങ്ങൾ, സെൻറ്റർ പോയിന്റുകൾ, കോർണറുകൾ, പല കോർണറുകൾ, നല്ല പ്രധാനമായിട്ട് ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ കോർണർ, സൗത്ത് വെസ്റ്റേൺ കോർണർ, ഇത് രണ്ടും. കാരണം അതുവഴിയാണ് അതിൻ്റെ കർണസൂത്രം കടന്നു പോകുന്ന, കർണസൂത്രം എന്നൊക്കെ പറയുന്നത് എനർജി ലൈൻസ്. ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം എന്നൊക്കെ പറയുന്നത് എനർജി ലൈൻസ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ എനർജി ലൈൻസ് വസ്തുവിനാണ്, മണ്ഡലത്തിനാണ്, വീടിനല്ല. ഇതും തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ ഇതെല്ലാം വീടിന് വേണമെന്ന് പറഞ്ഞ് വീടിൽ മുഴുവൻ ഇല്ല വെടിയുണ്ട കയറിയ പോലെ തിരിച്ചും മറിച്ചും എല്ലാം ഹോളുകളിട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഹോളുകളെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഈ ഹോളുകൾ ഇടുന്നത്? അത് ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ ഈ ഹോളുകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ദ്വാരങ്ങളാണ്. ദ്വാരങ്ങൾ എന്ന് പറയുന്നത് ഗമനാഗമനത്തിനുള്ള, അകത്തേക്കും പുറത്തേക്കും തോട്ടും പോകാനുള്ള സംവിധാനമാണ്. അത് മനുഷ്യനായാലും വായുവായാലും. അപ്പം വായു എന്ന് പറയുമ്പോൾ ഈ ഹോളിനകത്തൂടെ വായു കയറി പോകുന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ജനല വാതായനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് ആകാം, നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഊർജ്ജങ്ങളാവാം, എന്ത് വേണേലും ആകാം. കുറച്ചുകൂടെ മനസ്സിലാകാനൊരു ഇത് പറയാം. മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യന്റെ സെന്റർ എക്സാക്ട്ലി, ശരിക്കും പറഞ്ഞാൽ ഒരു വീടെന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരവുമായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതെല്ലാം വീടിലുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ ബോഡിയിൽ നമ്മൾ നോക്കുമ്പോൾ സെന്റർ ലൈനിൽ എന്തെങ്കിലും ഇന്റേണൽ ഓർഗൻസ് ഉണ്ടോ? ഒന്നുമില്ല. രണ്ട് സൈഡിലേക്കാണ്. അതായത് നമ്മുടെ ബോഡി രണ്ട് പാർട്ട് ചേർത്ത് വെച്ച പോലെ. ഈ നടുക്കത്തെ പാർട്ടിലൂടെയാണ് നമ്മുടെ വെർട്ടിബ്ര, നമ്മുടെ നട്ടെല്ലുള്ളത്. ഈ നട്ടെല്ലിനകത്താണ് 3 നാഡികളുള്ളത്: ഇട, പിംഗള, സുഷുമ്ന. സുഷുമ്ന ഈസ് എ ഡോർമെന്റ് നെർവ്, ഡോർമെന്റ് ആണ്. ഈ സുഷുമ്ന നാഡിക്ക് തത്തുല്യമായിട്ടാണ് ഈ ഗ്രഹജീവസൂത്രം എന്ന് പറയുന്ന സംവിധാനം നമ്മൾ പറയുന്നത്. അതേ ആ ശരീരത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അതിന് ബ്ലോക്ക് ഉണ്ടാകരുതെന്ന് പറയുന്നത്. ദാറ്റ് എനർജി പാസേജ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്രീ. That can be light energy, that can be air, that can be magnetic, some other thing, ഒന്നും അല്ലെങ്കിൽ കോസ്മിക് എനർജി, that can be. ഇവിടെയാണ് പ്രശ്നം. ഇത് നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എന്ത് എനർജിയാണ് ഇതിലൂടെ പോകുന്നതെന്ന് അറിയില്ല. ബട്ട് ബ്ലോക്കിംഗ് ഓഫ് സെന്റർ ഓഫ് എ ഹൗസ് ഓൾവേസ് ക്രിയേറ്റ്സ് പ്രോബ്ലം. അത് അനുഭവമാണ്. 100% വീട് അങ്ങനെ തന്നെയാണ് അനുഭവം വരുന്നത്. അത് മെഡിക്കൽ കംപ്ലയിൻസ് ആയിട്ടും അത് ആദ്യം മനസ്സിനെ ബാധിക്കും, പിന്നെ അത് മെഡിക്കൽ കംപ്ലയിൻസ് ആയിട്ട് വരുന്നതായിട്ട് ധാരാളം കണ്ടു. പക്ഷേ ഇവര് ബ്രഹ്മസൂത്രം, യമസൂത്രം എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് മണ്ഡലവുമായി ബന്ധപ്പെട്ട, വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അത് ഒരു ടെക്നിക്കൽ വിഷയങ്ങളാണ്. ശരിക്കും എന്താണ് ഈ മധ്യസൂത്രം? ഗ്രഹത്തിന്റെ എക്സാക്ട് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന എനർജി ലൈനാണ് മധ്യസൂത്രം അഥവാ ജീവസൂത്രം. അത് ഒരു വീട് എങ്ങോട്ടാണോ ഫേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ മധ്യം, ആ ഫേസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കണം അതിന്റെ ജീവസൂത്രം വരിക. സാധാരണ ഏകശാലയ്ക്ക് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. ഇത് എല്ലാ വീടും ഒരുപോലെയല്ല. ഇത് എല്ലാ വീടുകൾക്കും ഇതേ നിയമം അല്ല വരിക. അത് ഏകശാലയ്ക്ക് വേറൊരു നിയമമാണ്, ദ്വിശാലയ്ക്ക് വേറൊരു നിയമമാണ്, ത്രിശാലയ്ക്ക് വേറൊരു നിയമമാണ്, ചതുർശാലയ്ക്ക് വേറെ നിയമമാണ്. അതാണ് വീടിന്റെ ഷേപ്പുകൾക്ക് വളരെ പ്രാധാന്യമാണ്. ഓരോ ദിക്കിലേക്കും ഏതൊക്കെ ഷേപ്പുകളാണ് സ്വീകാര്യമായിട്ടുള്ളത് തന്നെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ആരും നോക്കുന്നില്ല. പിന്നെ പ്രപ്പോർഷൻസ്, ലെങ്ത് വൈസ് ബ്രെഡ്ത്ത് പ്രപ്പോർഷൻസ് ഓരോ റൂമിന്റെ, അതുപോലെ തന്നെ വീടിന്റെ ആകെ കൂടെയുള്ള പ്രപ്പോർഷൻസ്, വീടിന്റെ കണക്ഷൻ വിത്ത് പ്ലോട്ടിന്റെ കണക്ഷൻ വിത്ത് വാസ്തുമണ്ഡലാസ് കണക്ഷൻ വിത്ത് പ്ലോട്ട്. ഇങ്ങനെ പല ലെവലുകളിലാണ് ഇതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇതിനെ ഫിറ്റ് ചെയ്യുന്നത്. അത് കേവലം ഒരു പെരിമീറ്റർ മാത്രം ചുറ്റളവ് എടുത്തിട്ട് അളവ് കൃത്യമാക്കി കൊടുത്താൽ വാസ്തു ആവില്ല. അതുകൊണ്ട് വാസ്തുവിന്റെ യാതൊരു പ്രയോജനവും ലഭിക്കില്ല. പക്ഷെ ഇത് എത്ര പേരോട് നമുക്ക് പറയാൻ പറ്റും? കിണറിനൊക്കെ പ്രത്യേക സ്ഥാനം പറയുന്നുണ്ട്. വീടുകളുടെ ഉപാലയങ്ങളായി അനവധി വസ്തുക്കൾ വരുന്നുണ്ട്.
ഒന്ന് കിണർ, പട്ടിക്കൂട്, ഉരൽപ്പര എന്ന് പറയുന്നത് പഴയ പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ വർക്ക് ഏരിയ, ഔട്ടർ വർക്ക് ഏരിയ, പിന്നെ പശുത്തൊഴുത്ത്, പിന്നെ ഗേറ്റ്, വെളിയിലേക്ക് പോകാനുള്ള ഗേറ്റിന്റെ സ്ഥാനങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, ഇതെല്ലാം ഉപാലേഖനത്തിലാണ് വരുന്നത്. ഉപാലേഖനം എന്ന് പറഞ്ഞാൽ ഗ്രഹം നിർമ്മിച്ചതിന് ശേഷം ഗ്രഹത്തിന് യോജിക്കുന്ന സ്ഥാനത്ത് അതിന്റെ ആൻസിലറീസ്, അതിന്റെ എന്താ പറയുക, അഡീഷണൽ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നിർമ്മിക്കുക. അതായത് ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ ഇന്ന ഭാഗത്ത് തൊഴുത്ത് വേണം, ഇന്ന ഭാഗത്ത് ഗേറ്റ് വേണം, ഇന്ന ഭാഗത്ത് ഉരൽപ്പര, ഇന്ന ഭാഗത്ത് കിണർ, അങ്ങനെയുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ നിർഭാഗ്യവശാൽ ഇന്ന് കാണുന്നത് എന്താ വെച്ചാൽ പ്ലോട്ട് വാങ്ങിച്ച ഉടനെ ആദ്യം ഒരു കിണർ കുഴിക്കും. കിണർ കുഴിച്ചതിന് ശേഷം പിന്നാണ് വീട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പല സമയങ്ങളിലും ഈ കിണർ വീണ്ടും മൂടി വീണ്ടും പുതിയത് കിണർ വാസ്തു അനുസരിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഗതികേടുകളിലേക്ക് വരും. കാരണം വീടിൻ്റെ ഉള്ള ഡിസൈൻ സ്പേസ് മുഴുവൻ ഈ കിണർ കൊണ്ടുപോകും, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കുത്തിവെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിണറിന് വേദം ഉണ്ടാകാത്ത രീതിയിൽ വീടിനെ സ്ഥാപിക്കണമെങ്കിൽ അതിനനുസരിച്ച് സ്ഥലം വേണം. നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ 5 സെൻറ്റും 10 സെൻറ്റും വാങ്ങിക്കുന്ന സ്ഥലത്തിനകത്ത് ഒരു കിണർ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് ചെന്നെത്താറ് പതിവുണ്ട്. അപ്പം അതുകൊണ്ട് ആലയം പണിതതിന് ശേഷം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആലയത്തിൻ്റെ ഒരു രൂപകൽപ്പന നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കിണറിൻ്റെ സ്ഥാനം അതനുസരിച്ചിട്ട് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് കിണർ വേണേൽ ആദ്യം കുഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ആദ്യം വീട് ഫൈനലൈസ് ചെയ്ത്, വീടിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ സ്ഥാനവും കൃത്യമായി കണ്ട് സെറ്റ് ഔട്ട് അതിലേക്ക് സ്ഥാനം കൃത്യമായിട്ട്, അത് നമുക്കിപ്പം കമ്പ്യൂട്ടറിൽ ഡ്രോയിങ്ങിൽ ഇതെല്ലാം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്തെടുത്ത് വാസ്തുമണ്ഡലത്തിൽ ഇതിനെ പൊസിഷൻ ചെയ്ത് കിണറിൻ്റെ സ്ഥാനം എടുത്ത് അതിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് കിണർ കുഴിക്കാം. ആദ്യം കിണർ കുഴിക്കാം, എന്നിട്ട് പിന്നെ വീട് പണിയാം, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളൊന്നും നോക്കാതെ കൊണ്ടുവന്നിട്ട് ഒരു കിണർ കുഴിച്ച് വെച്ച് പിന്നെ വീട് അതിനനുസരിച്ച് പണിയുക എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വാട്ടർ ടാങ്ക്, സെപ്റ്റിക് ടാങ്ക് ഒക്കെ കാർ പോർച്ചിന്റെ അടിയിലൊക്കെ പണിയുന്നൊരു രീതി കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? കാർ ഷെഡിന്റെ അടിയിൽ സെപ്റ്റിക് ടാങ്ക് കാര്യങ്ങളൊക്കെ പണിയുന്നതിൽ, വാട്ടർ ടാങ്കും ഒക്കെ പണിയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വീടിനടിയിലേക്ക് പണിയുന്നതിനോട് യോജിപ്പില്ല. ഒരു വീട് പൂർണ്ണത്വം വരുന്നത് അതിനൊരു അടിത്തറ വേണം, കാലുയരം, ഭിത്തി വേണം, മേൽക്കൂര വേണം. ഈ മൂന്നും കൂടെ വരുമ്പോഴേ വീട് പൂർണ്ണതോതിൽ വീടാകത്തു. കാർ ഷെഡിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അടിത്തറയുണ്ടാവില്ല. അധിഷ്ഠാനം എന്ന് പറയുന്ന അവയവം അതിനില്ല. വീടിന്റെ പ്രാധാന്യം കൂടുതൽ ഈ അടിത്തറയുള്ള ഭാഗത്ത്. അപ്പൊ അതിനൊരു കണക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ കാർ ഷെഡ് കൂട്ടിയിട്ടും ഒരു കണക്ക് വേണം. അതിനും കണക്കിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ വാട്ടർ ടാങ്ക് നിവൃത്തിയില്ലെങ്കിൽ നൽകുന്നതിൽ വിരോധമൊന്നുമില്ല. അതുപോലെ സെപ്റ്റിക് ടാങ്കും അതിന് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇതിനുമായി ബന്ധപ്പെടുത്തി ചില അപവാദ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതായത് കന്നിമൂല, ചിലരൊക്കെ അവതരിപ്പിക്കുന്ന കന്നിമൂലയെ ഇല്ലെന്നാണ് പറയുന്നത്. കന്നിമൂല എന്ത് മൂലയാണ്? അങ്ങനെ ഒരു മൂലയില്ല. എന്താണ് കന്നിമൂല? കന്നിമൂല എന്ന് പറയുന്നത് ജ്യോതിഷം വാസ്തുവിൽ നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് മാറ്റാനൊന്നും പറ്റില്ല. കാരണം ജ്യോതിഷത്തിന്റെ പല വിധികളും വാസ്തുവിലും അനുവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജ്യോത്സ്യ ഭാഷയിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വരുന്ന ഭാഗങ്ങളെ കന്നി രാശി എന്ന് പറയുന്നു, അതിനെ കന്നിമൂല എന്ന് പറയുന്നു. വാസ്തുവില് നമ്മൾ ഗ്രഹത്തെ സ്ഥാനം കാണുമ്പോൾ, മണ്ഡലത്തിനുള്ളിൽ സ്ഥാനം കാണുമ്പോൾ കന്നിമൂലയിലാണ് സാധാരണഗതിയിൽ കുറ്റിവെക്കുകയും കല്ലിടുകയും ചെയ്യുക. ഇതിന്റെ കാരണം വാസ്തുമണ്ഡലത്തിൽ ഊർജപ്രവാഹം തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ടാണ്. കാരണം ഭൂമിയുടെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷൻ, കറക്കം, ആ കറക്കത്തിൽ 2 ഫോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സ്. എൻ്റെ ഡയമെട്രിക്കൽ, എൻ്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക്. ഇറ്റ്സ് പ്യുവർലി സയൻസ്. അതുതന്നെയാണ് ഈ എനർജി ഫ്ലോ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നതിന് കാരണം. അപ്പോൾ ആ ഒരു ഫ്ലോ അങ്ങനെ വരുന്നത് കൊണ്ട് എവിടെ നിന്നാണ് ഉത്ഭവം? സൗത്ത് വെസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കുറ്റിവെക്കുന്നത്, അവിടെ നിന്നാണ് സൂത്രം വിന്യസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ കിഴക്കോട്ടും വടക്കോട്ടും ചരട് കെട്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ഔട്ട് ചെയ്യുന്നത്, വീടിനെ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഭാരതീയ സംസ്കൃതി പ്രകാരം ഗണപതിയുടെ സ്ഥാനവും ഇതേ പോയിന്റാണ്. എവിടെയാണോ ആരംഭിക്കുന്നത് അവിടെയാണ് ഗണപതി സ്ഥാനം. അപ്പൊ കന്നിമൂല എന്ന് പറയുന്നത് ഗണപതിയുടെ സ്ഥാനവും കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓസ്പീഷ്യസ് ആയിട്ട് കരുതുന്നതും അവിടെ നമ്മൾ ടോയ്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുകയും അത് ഏറ്റവും നല്ല പവിത്രമായി നമ്മൾ കണക്കാക്കുകയും ചെയ്യും. ഇതിനർത്ഥം ഇതിനപ്പുറം കൂടെ കടന്നിട്ട് ചിലർ പറയുന്നുണ്ട്, ഇപ്പം സെപ്റ്റിക് ടാങ്കിലേക്ക് പൈപ്പുകളൊക്കെ പോകുന്നു, കന്നിമൂലയിൽ കൂടെ പൈപ്പ് പോകാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. സിരകൾ, അതൊരു സിരയുടെ സ്ഥാനമേ ഉള്ളൂ. ഭൂമിക്കടിയിലേക്ക് വാസ്തു ഇല്ല. കിണർ, വാട്ടർ ബോഡി എന്നുള്ളത് ഡിഫറെന്റ് ഇതാണ്. അല്ലാതെ ഭൂമിക്കടിയിൽ മറ്റു തരത്തിൽ വാസ്തുവിന്റെ എഫക്ട്സ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണോ ശുദ്ധരക്തവും അശുദ്ധരക്തവും കൊണ്ടുവരാൻ വേണ്ടി വെയിൻസ് ഉള്ളത്, അതേപോലെ തന്നെ നല്ല ജലവും മലിനജലവും പോകാനുള്ള വഴികളും ഭൂമിക്കടിയിലൂടെ നമ്മൾ കൊടുത്തേ മതിയാവും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് കന്നിമൂലയിൽ കൂടെ പോയാലും വടക്കിഴക്കൂടെ പോയാലും പാസ് ചെയ്ത് മണ്ണിനടി കൂടെയാണ് പോകുന്നതെങ്കിൽ അതൊരു വിഷയമേ അല്ല.
അപ്പൊ ഇതൊക്കെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ട് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല, ഇങ്ങനെ 100 കണക്കിന് റെസ്ട്രിക്ഷൻസ് പറഞ്ഞ് ഇങ്ങനെയുള്ള വീട്ടിൽ താമസം നിങ്ങൾ നശിച്ചു പോകുന്ന വരെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഇതൊന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ വീട്ടിലും സുഖമായി താമസിക്കാം. പക്ഷേ നിങ്ങൾ വാസ്തു അനുസരിച്ചിട്ട് അതിന്റെ പ്രപ്പോർഷൻസ്, ഷേപ്പ്, സ്ഥാനം, അതുപോലെ അതിന്റെ ആൻസിലറീസ്, അതിന്റെ അളവുകൾ, ഇതെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു വീട്ടില് നിങ്ങളുടെ ജീവിതം വളരെ കംഫോർട്ട് സോണിലായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും ആ ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള വല്ലാത്തൊരു കെൽപ്പ് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് മറന്നു പോകുന്നത് ആളുകൾ. വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്ന ചില സംശയങ്ങൾ, അതൊക്കെ ശ്രീ മനോജ് എസ് നായർ നമുക്ക് വിശദീകരിച്ചു തന്നു. വളരെ നന്ദി മനോജ്. നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതി പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വാസ്തു കൺസൾട്ടന്റാണ് ശ്രീ മനോജ് എസ് നായർ. ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ ധാരാളം വാസ്തുവിന്റെ പിഴവുകളുണ്ടെന്നാണ് വിദഗ്ധർ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ ഇതേപ്പറ്റിയുള്ള നമ്മളുടെ സംശയങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ദിസ് ഈസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.